തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സിൽവർ സ്റ്റാർ ദീപാലങ്കാര മത്സരം ഡിസംബർ 23 നടക്കും. കൊച്ചിയിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി രൂപത, KCYM, HRD, കോസ്പാക് എന്നിവ സംയുക്തമായി കഴിഞ്ഞ 5 വർഷമായി നടത്തിവരുന്ന സിൽവർ സ്റ്റാർ ദീപാലങ്കാര മത്സരം ഡിസംബർ 23 ഫോർട്ട് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. 5 വർഷക്കാലമായി കൊച്ചി രൂപതയുടെ സിൽവർ സ്റ്റാർ കൊച്ചിൻ എന്ന പേരിൽ ഇപ്രകാരം കുറച്ച് പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് ഇതിനുണ്ടായിരുന്നു. ഇതിന്റെ പബ്ലിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൂടുതലായി എത്തുന്നതിനും നിങ്ങൾ നൽകിയ സഹകരണത്തിന് പ്രത്യേകം നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. സിൽവർ സ്റ്റാർ കൊച്ചിൻ ഇപ്പോൾ കൊച്ചിയിൽ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു പരിചിതമായ പേരായി മാറുന്നതിന് അത് സഹായിച്ചിട്ടുമുണ്ട്. സിൽവർ സ്റ്റാർ കൊച്ചിൻ എന്നുള്ള ആശയത്തോടുകൂടി നമ്മൾ ആരംഭിച്ച ആദ്യ കാര്യമാണ് ദീപാലങ്കാര മത്സരം എന്നുള്ളത്. നമ്മളുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, പ്രത്യേകിച്ച് വീടുകളിൽ ഡെക്കറേഷനും ഇല്യൂമിനേഷനൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആരംഭിച്ച കാര്യമാണ് ദീപാലങ്കാര മത്സരം എന്നുള്ളത്. സമ്മാനം നൽകിക്കൊണ്ടാണ് നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നീട് രണ്ടാമതായിട്ട് അതിന്റെ കൂടെ ആരംഭിച്ചതാണ് ലഹരിക്കെതിരെ യുവജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ള രീതിയിൽ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള രീതിയിൽ ഒരു ഫുട്ബോൾ കോമ്പറ്റീഷൻ നമ്മൾ ടൂർണമെന്റ് നടത്താൻ ആരംഭിച്ചു. അത് എല്ലാ വർഷവും വളരെ മികച്ച രീതിയിൽ നടത്തുവാനായിട്ട് കൊച്ചി രൂപതയിലെ ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങളുടെ ടീമുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിനും നമ്മൾ സമ്മാനങ്ങൾ കൊടുത്താണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും. ഫുട്ബോൾ തന്നെ ഒരു ലഹരിയായി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരങ്ങളും അതുപോലെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ലഹരിയായിട്ട് എടുക്കുവാൻ യുവജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് കൊച്ചിൻ കാർണിവലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഫ്ലോട്ട് ഇറക്കുവാനായിട്ട് 22 മുതൽ ജനുവരി 2 വരെയാണ് മത്സരം നടക്കുക. 15 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഒന്നാം സമ്മാനമായി 15,000 രൂപയും രണ്ടാം സമ്മാനമായി 13,000 രൂപയും മൂന്നാം സമ്മാനമായി 10,000 രൂപയുമാണ് നൽകുക. ഇതിനു പുറമെ മികച്ച 5 മത്സരാർത്ഥികൾക്ക് 2,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനമായി നൽകും. സിൽവർ സ്റ്റാർ കൊച്ചി പ്രോഗ്രാമിൽ നമ്മുടെ പൈതൃകങ്ങൾ ഉണർത്തുന്ന ഈ പ്രോഗ്രാമിൽ ഏറ്റവും പുതിയതായിട്ട് കൊച്ചിൻ കാർണിവലിനോട് ചേർന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ഒരു പ്രോഗ്രാമാണ് ഈ കരോൾ കോമ്പറ്റീഷൻ. കരോൾ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും നമ്മുടെ വലിയൊരു പൈതൃകത്തിൻ്റെ ഭാഗം കൂടെയാണ്. കൊച്ചിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള മ്യൂസിക് ബാൻഡുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഏകദേശം 16 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 16 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഈ കരോൾ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നത്. 26 ഡിസംബർ 2025 നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടെ ആരംഭിച്ചിട്ട് 10 മണിക്ക് മുമ്പായിട്ട് അതിൻ്റെ സമ്മാനങ്ങൾ ജഡ്ജിങ് എല്ലാം നടത്തി. ഇത്തവണ പശ്ചിമ കൊച്ചിയിലെ മുഴുവൻ പ്രദേശങ്ങളും മത്സര പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി ലഹരിക്കെതിരെ സിൽവർ സ്റ്റാർ കപ്പ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് 13, 14 തീയതികളിൽ ചുള്ളിക്കൽ ടിപ് ടോപ്പ് അസീസ് ടർഫിൽ നടക്കും. ഡിസംബർ 13 വൈകിട്ട് 5 മണിക്ക് KJ മാക്സ് MLA ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ കൊച്ചി രൂപത വൈദിക ടീമുകൾ ഏറ്റുമുട്ടും. ആദ്യം രജിസ്റ്റർ ചെയ്ത 16 ടീമുകളാണ് ഇത്തവണ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ഫൈനലിന്റെ ഭാഗമായി വൈറ്ററൻ ടീമിന്റെ സൗഹൃദ മത്സരവും നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുമായി സഹകരിച്ച് ഓൾ കേരള കരോൾ മത്സരം നടക്കും. ഡിസംബർ 26 ഫോർട്ട് കൊച്ചി സെയിന്റ് ജോൺ ബ്രിട്ടോ സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. അന്നേ ദിവസം ക്രിസ്ത്യൻ പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയ സ്റ്റാളുകൾ ക്രമീകരിക്കും. ഫാദർ മെൽറ്റസ് ചാക്കോ കൊല്ലശ്ശേരി, ഫാദർ ജോഷി ഏലശ്ശേരി, കാസി പൂപ്പന, അന്ന സിൽഫ, എബിൻ തോമസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒന്നാം സമ്മാനം 10,000 രൂപയും സിൽവർ സ്റ്റാർ ട്രോഫി ഇൻ മെമ്മറി ഓഫ് മിസ്റ്റർ ഇന്നസെന്റ് കാരുള്ളി. രണ്ടാം സമ്മാനം 5,000 രൂപയും ബിഷപ്പ് ജോസഫ് കുര്യത്ര മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും. മൂന്നാം സമ്മാനം 3,000 രൂപയും
ബിഷപ്പ് അലക്സാണ്ടർ ഇടയെടുത്ത മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും കൂടാതെ ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഗോൾ കീപ്പർ, ബെസ്റ്റ് ഗോൾ സ്കോറർ, ബെസ്റ്റ് ടീം പ്ലെയർ ടീം എന്ന സമ്മാനങ്ങളും നമ്മൾ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. ഫുട്ബോൾ നടക്കുന്നത് 2025 ഡിസംബർ 13-14 ദിവസങ്ങളായിട്ട് ഫെഡറേറ്റ് ഫുട്ബോൾ ടൂർണമെന്റ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.